Hello students, welcome to Online Mathematics Cafe. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ചാപ്റ്റർ ബാങ്കിങ്ങിലെ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. Katrina opened a recurring deposit account with a nationalized bank for a period of 2 years. If the bank pays interest at the rate of 6% per annum and the monthly installment is ₹1,000, then find the first part interest earned in 2 years, second part matured value. ഇത് ICSE 2015 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന്. അപ്പോൾ കത്രീന ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എത്ര വർഷത്തേക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എൻ എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം നമുക്ക് 24 months. ഓക്കെ അല്ലേ. ദെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 6%. ദെൻ മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നതാണ് ഏത് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ പി ആണ് ഇവിടെ ₹1000. ദെൻ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഫോർമുല ഏതാണ് നിങ്ങൾക്കറിയാം. I = PNR × n+1/2 × 12 × 100. ഓക്കെ അല്ലേ. അപ്പോൾ അത് നമുക്കിവിടെ കൊണ്ടുവരാം. കൊണ്ടുവന്നു ഞാൻ I = PNR × n+1/2 × 12 × 100. Therefore I = എന്ത് വരും, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിക്ക് പകരം 1000, then n-ന് പകരം 24, r-ന് പകരം 6, then n+1 എന്ന് പറയുമ്പോൾ 25 ഡിവൈഡഡ് ബൈ 2 × 12 × 100. ഇപ്പോൾ ഇവിടെ തന്നെ ആദ്യമേ നമുക്ക് എന്ത് ചെയ്യാം, 25ഉം 100ഉം 4 ടൈംസ് ക്യാൻസൽ ചെയ്യാം. ദെൻ 6ഉം 12ഉം 2 ടൈംസ് ക്യാൻസൽ ചെയ്യാം. ദെൻ 2ഉം 24ഉം 12 ടൈംസ് ക്യാൻസൽ ചെയ്യാം. ദെൻ എന്താ വരും, 2ഉം 12ഉം എത്ര വരും, 6 ടൈംസ് ആവും. ഇനി 6ഉം ഡിനോമിനേറ്ററിൽ ഒരു 4ഉം ഉണ്ടല്ലേ. അപ്പോൾ അതിനെ നമുക്ക് ലോവസ്റ്റ് ഫോമിൽ റിപ്രസെൻ്റ് ചെയ്യാം. 6 മാറി 3 ആകും, 4 മാറി 2 ആവും. ഓക്കെ അല്ലേ. അപ്പോൾ എന്താ കിട്ടുന്നതെന്ന് നോക്കിക്കേ. ഇനി വേണമെങ്കിൽ നമുക്ക് എന്താ 2നെയും 1000നെയും എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം അല്ലേ. 2ഉം 1000ഉം കട്ട് ചെയ്യുമ്പോൾ അവിടെ 500 ആവും. അപ്പോൾ ലാസ്റ്റ് വരുന്നത് I = 500 × 3. That is equal to ₹1,500. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ക്ലിയർ അല്ലേ. ഇനി സെക്കൻഡ് പാർട്ട് നമുക്ക് മെച്യൂർഡ് വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ മെച്യൂർഡ് വാല്യൂ കാണാനുള്ള ഫോർമുല ഏതാണ്, നമ്മുടെ ഫസ്റ്റ് ഫോർമുല അല്ലേ. ദാറ്റ് ഈസ് M = PN × PN + I. ഓക്കെ അല്ലേ. അപ്പോൾ അടുത്ത പേജിൽ നമുക്കത് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോർമുല ഇതാണ്, MV = P × N + I. അപ്പോൾ MV = P എന്ന് പറയുന്നത് നമുക്കിവിടെ എത്രയായിരുന്നു, 1000 ആണ് അല്ലേ. 1000 × N 24 ആയിരുന്നു. ദെൻ അത് ബ്രാക്കറ്റിൽ കൊടുക്കുക. ദെൻ പ്ലസ് I നമുക്കിവിടെ കിട്ടിയത് എത്രയാണ്, 1500. അപ്പോൾ ആൻസർ എന്ത് വരും, 1000 × 24 ആകുമ്പോൾ 24 എഴുതിയിട്ട് 3 zeros ഇട്ട് കൊടുക്കുക. ദെൻ പ്ലസ് 1500. സോ ആൻസർ, ലാസ്റ്റ് ആൻസർ കിട്ടുന്നത് ₹25,500 എന്ന് കിട്ടും. ഇപ്പോൾ ക്ലിയർ ആയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.